എല്ലാവർക്കും നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസം മുതൽ കർക്കടക മാസം വരെയുള്ള ചോതി നക്ഷത്രത്തിൻ്റെ പുതുവത്സര ഫലങ്ങളാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത്. ചിങ്ങം കന്നി മാസങ്ങളിലെ ഫലങ്ങൾ. അപ്രതീക്ഷിത ധനയോഗം കാണുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ പുരോഗതിയുണ്ടാകും. അക്ഷീണ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ കഴിയും. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ധനമോ ആഭരണമോ തിരികെ ലഭിക്കുന്നതാണ്. അലസത വർദ്ധിക്കുന്നതാണ്. എന്നാൽ കുടുംബജീവിതം സന്തോഷകരമാകും. സ്വന്തം താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ തള്ളിപ്പറയും. പ്രതീക്ഷിച്ചിരുന്ന മിക്ക കാര്യങ്ങളും സഫലമാകും. അപകടങ്ങളിൽ നിന്നും അത്ഭുതകരമായി രക്ഷ നേടും. കൂട്ടുചേർന്നുള്ള വ്യവഹാരങ്ങളോ വ്യവസായങ്ങളോ ദോഷകരമായി ഭവിക്കുവാനിടയുണ്ട്. വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കണം. പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ദോഷകരമായി തീരും. ഉദരസംബന്ധമായി ചില രോഗങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. സ്നേഹം നടിച്ച് അടുത്തുകൂടുന്നവരെ ശ്രദ്ധിക്കേണ്ടതാണ്. പുതിയ ബന്ധങ്ങളിലൂടെ പലവിധ നേട്ടങ്ങളും ഉണ്ടാകും. പ്രവർത്തന മേഖല പുഷ്ടിപ്പെടും. എല്ലാ മേഖലയിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ സഹായമുണ്ടാകും. തുലാം വൃശ്ചികം മാസങ്ങളിലെ ഫലങ്ങൾ. പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ കഴിയുന്നതാണ്. തുടങ്ങിവെച്ച കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ ഏറെ പരിശ്രമിക്കേണ്ടി വരും. സുഹൃത്തുക്കൾ പ്രതിയോഗികളായി മാറും. എന്നാൽ സന്താനങ്ങൾക്ക് ഉയർച്ച ഉണ്ടാകും. തൊഴിലിൽ ലാഭം പ്രതീക്ഷിക്കാം. വാഹനയാത്ര കഴിയുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. പൂർവിക സ്വത്തിനെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. പ്രതീക്ഷിക്കാത്ത ഇടപാടുകളിൽ നിന്നും ധനലാഭമുണ്ടാകും. വ്യവഹാരങ്ങളിൽ വിജയപ്രതീക്ഷ കാണുന്നു. കലാകാരന്മാർക്ക് കാലം അനുകൂലമാണ്. ഊഹക്കച്ചവടത്തിൽ ഏർപ്പെട്ട് വൻ നഷ്ടം ഉണ്ടാകുവാനിടയുണ്ട്. വ്യാപാരികൾക്ക് പതിവിൽ കവിഞ്ഞ ലാഭം കാണുന്നു. ദാമ്പത്യ ജീവിതത്തിൽ അനുഭവപ്പെട്ടിരുന്ന അനിശ്ചിതത്വം മാറിക്കിട്ടും. വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നത് മൂലം ശത്രുക്കൾ ഉണ്ടാകുവാനിടയുണ്ട്. ഭൂമിയോ വീടോ വാങ്ങുന്നതിനുള്ള യോഗം കാണുന്നു. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാവുകയില്ല. അവസരങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തും. ധനു മകരം മാസങ്ങളിലെ ഫലങ്ങൾ. അക്ഷീണ പരിശ്രമം മൂലം നഷ്ടങ്ങൾ ഒഴിവാക്കും. കോപം നിയന്ത്രിക്കാൻ കഴിയാതെ വരും. ശുക്രചന്ദ്രന്മാരുടെ അനുഗ്രഹം കൊണ്ട് ധനയോഗം പുഷ്ടിപ്പെടും. അന്യദേശത്തു നിന്നും ജീവിത പങ്കാളിയെ ലഭിക്കുവാനിടയുണ്ട്. ഔദ്യോഗിക രംഗത്ത് വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതായി വരും. മുൻകോപവും ക്ഷമയില്ലായ്മയും ദോഷം ചെയ്യും. കടുത്ത വിമർശനങ്ങൾക്ക് ഇരയാകേണ്ടി വരും. ഇഷ്ടത്തോഴരുടെ പ്രവൃത്തികൾ മനസ്സ് വേദനിപ്പിക്കും. ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിന് വേണ്ടി പല വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകും. ധനപരമായ ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ വേണം. കുടുംബ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും. സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കു വേണ്ടി ഉറ്റമിത്രങ്ങളെ പോലും തള്ളിപ്പറയും. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതാണ്. ജീവിത പങ്കാളിയുടെ ആവശ്യങ്ങൾ പരിഗണിക്കും. കുംഭം മീനം മാസങ്ങളിലെ ഫലങ്ങൾ. ചതുർഗ്രഹ യോഗം കാണുന്നു. തന്മൂലം എല്ലാ കാര്യങ്ങളിലും നേട്ടമുണ്ടാകും. മേലുദ്യോഗസ്ഥൻ്റെ പ്രശംസ നേടിയെടുക്കും. ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും. കുടുംബവുമായി അകന്നു കഴിയുന്നവർ അടുത്തു വരുവാനിടയുണ്ട്. മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ക്ഷീണം മാറും. വരുമാനത്തിൽ നല്ലൊരു ശതമാനം കടം വീട്ടുവാൻ ശ്രമിക്കും. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട് ദുഷ്പേര് സമ്പാദിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ നന്നേ കഷ്ടപ്പെടുന്നതാണ്. മറ്റുള്ളവരിൽ നിന്നും എതിർപ്പുകൾ നേരിടേണ്ടി വരും. യാത്രാവേളകളിൽ ധനനഷ്ടത്തിനിടയുണ്ട്. ആരോപണ വിധേയനാകുവാനിടയുണ്ട്. ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന തോന്നൽ പലപ്പോഴും ഉണ്ടാകും. ആത്മാർത്ഥ സുഹൃത്തുക്കൾ അസൂയാലുക്കളായി മാറും. മേലുദ്യോഗസ്ഥരുടെ അപ്രീതിക്കിടവരും. ജീവിത വിജയത്തിനു വേണ്ടി അക്ഷീണം പ്രയത്നിക്കും. മേടം ഇടവം മാസങ്ങളിലെ ഫലങ്ങൾ. പുതിയ കൂട്ടുകെട്ടുകൾ ഉടലെടുക്കും. കർമ്മരംഗത്ത് പുരോഗതി കാണുന്നു. അഭിപ്രായ വ്യത്യാസം പരിഹരിക്കാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. പിതാവിന് അപ്രതീക്ഷിതമായി ചില രോഗങ്ങൾ ഉണ്ടാകുവാനിടയുണ്ട്. അഷ്ടമത്തിലെ കുജദൃഷ്ടി മൂലം അപകടങ്ങൾ തരണം ചെയ്യുന്നതാണ്. ജോലിയുള്ള ജീവിത പങ്കാളിയെ ലഭിക്കുവാനിടയുണ്ട്. വ്യവസായ രംഗത്തുള്ളവർക്ക് കാലം വളരെ അനുകൂലമായി കാണുന്നു. സന്താനങ്ങളുടെ ശ്രേയസ്സിനു വേണ്ടി പ്രയത്നിക്കും. ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും. വഞ്ചിതരാകാൻ ഇടയുള്ളതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധയുണ്ടാവണം. വെട്ടിത്തുറന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ജീവിതത്തിലെ നഷ്ടബോധം മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും. കൃഷി ലാഭകരമാകും. സന്താനങ്ങളുടെ പ്രവൃത്തികൾ മനോദുഃഖത്തിനിടവരും.
അബദ്ധ ചിന്തകളിൽ നിന്നും ആത്മാർത്ഥ സുഹൃത്തിനെ രക്ഷിക്കാൻ കഴിയും. യാത്രാവേളകളിൽ പ്രാർത്ഥന കൈവിടാതെ സൂക്ഷിക്കണം. ബന്ധുക്കൾ ശത്രുക്കളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പരമാവധി അവരെ സഹായിക്കും. മിഥുനം, കർക്കിടകം മാസങ്ങളിലെ ഫലങ്ങൾ. വാഹനയോഗം കാണുന്നു. ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ നന്നേ വിഷമിക്കും. ഗൃഹദോഷങ്ങൾ മാറിക്കിട്ടും. സ്വജനങ്ങളുടെ വിയോഗം മനോദുഃഖമുണ്ടാക്കും. 2, 6, 10, 16, 20, 28 തീയതികൾ ശുഭകരമായി കാണുന്നില്ല. ഈശ്വരാനുഗ്രഹം വർദ്ധിക്കും. വീട് പുതുക്കി പണിയുന്നതിനുള്ള യോഗം കാണുന്നു. കൂട്ടു ബിസിനസ്സുകൾ ഒഴിവാക്കണം. സാമ്പത്തികമായി വൻ പുരോഗതി കാണുന്നു. ദാമ്പത്യ ജീവിതത്തിലെ പൊരുത്തക്കേടുകൾ മാറിക്കിട്ടും. അഭയം പ്രാപിച്ചു വരുന്നവർക്ക് ആശ്വാസവും സാമ്പത്തിക സഹായവും നൽകുന്നതാണ്. ഇടനിലക്കാരെ ഒഴിവാക്കണം. ജീവിതത്തിൽ ഉണ്ടായിരുന്ന മാർഗ തടസ്സങ്ങൾ മാറിക്കിട്ടും. സഹോദരങ്ങൾ മോശമായി പെരുമാറും. സാമ്പത്തിക ബാധ്യത വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പിന്തിരിയണം. ഈശ്വരാനുഗ്രഹം കൂടുതലുള്ളതുകൊണ്ട് സാമ്പത്തിക രംഗത്തും കർമ്മരംഗത്തും വൻ നേട്ടം കാണുന്നു. രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും. പുണ്യകർമ്മങ്ങൾ ചെയ്തും പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചും ദേവീപ്രീതി നേടുകയും ചെയ്താൽ സർവ്വ ദോഷഫലങ്ങളും മാറിക്കിട്ടുന്നതാണ്.